കെ.എൻ. ആനന്ദകുമാറാണ് NGO കോൺഫെഡറേഷനിലെ സർവശക്തൻ. സംഘടനയുടെ സ്ഥാപകനും ആജീവനാന്ത മാനേജിംഗ് ട്രസ്റ്റിയും. ബൈലോയിലെ 6ാമത്തെ വ്യവസ്ഥയിലാണ് പാതിവില പദ്ധതി വിശദീകരിക്കുന്നത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അനന്തകൃഷ്ണനെ കോൺഫെഡറേഷൻ ഏൽപ്പിച്ചു നൽകി. ഇതുവഴിയാണ് സംസ്ഥാനത്തെ മുഴുവൻ NGO-കളെയും കൂട്ടിച്ചേർത്ത് വലിയ തട്ടിപ്പ് നടത്താൻ അനന്തുവിന് കഴിഞ്ഞത്. സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ ആനന്ദ്കുമാറിനും അനന്തകൃഷ്ണനും മാത്രമാണ് അധികാരം നൽകിയിരിക്കുന്നത്. ഈ വ്യവസ്ഥകളാണ് അനന്തുവിന്റെ തട്ടിപ്പിൽ ആനന്ദകുമാറിനും മറ്റ് ട്രസ്റ്റിമാർക്കും തിരിച്ചടിയാകുന്നത്. തട്ടിപ്പ് കേസുകളിൽ ആനന്ദ്കുമാറിനെയും മറ്റ് ട്രസ്റ്റിമാരെയും പ്രതികളാക്കാൻ പോലീസ് തീരുമാനിച്ചതും ഈ രേഖകൾ കണ്ടെടുത്തതോടെയാണ്. തന്നെ ബലിയാടാക്കി ഒപ്പമുള്ളവർ തടിയൂരിയെന്നാണ് ട്രസ്റ്റ് ഡീഡടക്കം ചൂണ്ടിക്കാട്ടി അനന്തു പോലീസിന് മൊഴി നൽകിയത്. 2024 ഫെബ്രുവരിയിലാണ് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തത്. അതിനു മുൻപ് തന്നെ സംഘടനയുടെ പേരിൽ പാതിവില തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് വിതരണം അനന്തകൃഷ്ണൻ തുടങ്ങിയിരുന്നു. നാട്ടിലെ 10,000-കണക്കിന് സ്ത്രീകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഈ തട്ടിപ്പ് സംഘത്തിന് പിരിച്ചുകൊടുത്ത സന്നദ്ധ സംഘടനകളുണ്ട്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്: ഇതെല്ലാം ചെയ്തത് അനന്തകൃഷ്ണനെ കണ്ടല്ല. NGO കോൺഫെഡറേഷനെയും K.N. ആനന്ദകുമാറിനെയും വിശ്വസിച്ചാണ് തങ്ങൾ ഇതിൽ പെട്ടുപോയത്. സംഗതികൾ കുഴപ്പമായതോടെയാണ് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ആനന്ദ്കുമാർ കോൺഫെഡറേഷനിൽ നിന്ന് രാജിവെക്കുന്നത്. 2024 ജൂലൈ 25-നാണ് രാജിക്കത്ത് നൽകിയത്. ഇത് കോൺഫെഡറേഷൻ ജനറൽ ബോഡി ചർച്ച ചെയ്തെങ്കിലും രാജി അംഗീകരിക്കുന്നത് ചിലർ എതിർത്തു. ഇതോടെ രാജി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. സംഘടനയുടെ മിനിറ്റ്സ് ബുക്ക് അടക്കമുള്ള രേഖകളും ആനന്ദ്കുമാറിന്റെ കൈവശത്തിലായിരുന്നു. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.